ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ, അറിയാത്തവർക്ക് വേണ്ടിയായിട്ടാണേ ഇത് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത്, ഞാൻ വെച്ച് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നതില്ലേ എന്നെ കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണേ. അപ്പം എനിക്കറിയാവുന്ന രീതി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിയാണെന്നോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞു തരണേ എനിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയുടെ അടുത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ എന്നാലും ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ചക്ക വരട്ടിയതായിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇതുപോലെ മുറിച്ച്, നമ്മളെക്കൊണ്ട് പറ്റത്തില്ലല്ലോ മുറിക്കാൻ, ആരെങ്കിലും ആണെങ്കിലും വേണ്ട. അപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ മുറിച്ച് തരുന്നത്. എല്ലാം ഹസ്ബൻഡൊക്കെ മുറിച്ച്, പിന്നെ മോളും കൂടെ കൂടിയിട്ടാണെങ്കിൽ എല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്ത് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് തന്നെനിക്ക്. പിന്നെ ചക്ക വരട്ടിയെടുക്കുന്ന ജോലി മാത്രം എൻ്റെ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടാലോ നന്നായിട്ട് ഇതുപോലെ എല്ലാം വെട്ടിയെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ. അപ്പോൾ അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ അതേ നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുക. ഫ്രണ്ട്സ്, എനിക്ക് റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. നിങ്ങളെല്ലാവരും സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. പ്ലീസ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ചക്കയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം ഹസ്ബൻഡൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുരുവൊക്കെ ഇളക്കുന്ന ജോലി മോൾ ഇതുപോലെ ചെയ്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന ജോലി മാത്രമേ എനിക്കുള്ളായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എല്ലാം ക്ലീനിങ് ഒക്കെ എല്ലാവരും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു തോരൊക്കെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ, അറിയാത്തവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പണിയിലോട്ട് തുടങ്ങാം. ഏറ്റവും ആദ്യം ഒരു മിക്സി ജാർ എടുക്കും. അതിനകത്ത് നമുക്കാണെങ്കിൽ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മുഴുവനകത്ത് വരുന്നില്ല, പകുതിയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 2-3 ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. നിങ്ങളുടെ ചക്കയുടെ എത്ര മധുരമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ശർക്കര എടുക്കാം. 1/2 കിലോ തൊട്ട് ഒരു 3/4 കിലോ വരെ ശർക്കര നമുക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് പാവ് കാച്ചേണ്ട ആവശ്യം, നൂൽപ്പാകം ഒന്നും വേണ്ട കേട്ടോ. വെറുതെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒരു കടായിലിട്ട് ചക്കയൊക്കെ നമ്മൾ ആദ്യം അരച്ച് വെച്ചെങ്കിൽ അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ആ നേരം കൊണ്ടിടുമ്പോൾ ശർക്കരയൊക്കെ ആണെങ്കിൽ ഒന്ന് മെൽറ്റായി വരും ആ നേരം കൊണ്ട്. അപ്പോൾ ഇതാണ് ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഞാനിത് ഇപ്പുറത്ത് ചെറിയ ബർണറിലായിരുന്നല്ലോ ചക്ക ഇരുന്നത്. അപ്പോൾ അതിനെ ഇപ്പുറത്ത് വലിയ ബർണറിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് ആവത്തേ ഉള്ളൂ. കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഒരു 1/4 മണിക്കൂറിനെങ്കിൽ സമയം പിടിക്കും. പിന്നെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെറി ഗ്യാസിലൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കഴിയും. പക്ഷേ എല്ലായിടവും തെറിച്ച് ആകെ അഴുക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തായിരുന്നു. പിന്നെ നമ്മൾ വലിയ ബർണറിൽ മാറ്റിയതിന് ശേഷം ഞാൻ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. നാട്ടിലത്തെ ശർക്കരയില്ല, അപ്പം മണ്ണും പൊടിയൊക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അരിച്ചിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ശർക്കരയുടെ കളർ എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വരുവേ അത്. അപ്പോൾ ഇതുപോലെ ഇച്ചിരി ഡാർക്കിഷ് കളർ വേണം, എന്നാലേ കാണാനൊരു ലുക്ക് വരത്തേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ ശർക്കരയൊക്കെ മെൽറ്റായി എല്ലാം മിക്സായി കൂടി വന്നു കഴിയുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്കാണെങ്കിൽ നെയ്യാൻ ഒഴിച്ചു ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ നെയ്യുടെ ആവശ്യം വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒരുമിച്ചല്ല, ഒന്ന് മിക്സായി കഴിയുമ്പോൾ പിന്നെ അത് പിന്നീട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വേണം ഒഴിച്ചത്. ഇപ്പോൾ പകുതി ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു 10 ഏലക്കയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മളാണെങ്കിൽ അടപ്രഥമനോ അല്ലെങ്കിൽ ശർക്കരയുടെ ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ അത് പഞ്ചസാര ഇട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ശർക്കരയുടെ കുത്തൊക്കെ കിട്ടും, ടേസ്റ്റ് വരത്തില്ല, കുത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ അത് മാറി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് പൊടിച്ചെടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി സൈഡിൽ നിന്നൊക്കെ നെയ്യൊക്കെ ഇറങ്ങി വരുന്ന നോക്കി നമുക്ക് നന്നായി മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അടിക്കൊന്നും പിടിക്കാതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാകത്തിന് വേണമെങ്കിലും ആക്കി എടുക്കാം. പക്ഷേ പെട്ടെന്ന് തന്നെ ഫംഗസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, കേടുവരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നന്നായിട്ട് വരട്ടി നമ്മൾ കടായിയൊക്കെ വിട്ട് വരുന്ന പാകത്തിനാക്കി എടുക്കുവാണെങ്കിൽ 1 മാസം വരെ പുറത്ത് ഇരിക്കുവാണെങ്കിൽ കേടുവരാതിരിക്കും. ഫ്രിഡ്ജിൽ ഇരിക്കുവാണെങ്കിൽ ഒരു 5-6 മാസം 1 വർഷം വരേക്ക് നമുക്ക് ഒട്ടും കേടായി കിട്ടത്തില്ല കേട്ടോ. ഒട്ടും കേടാവത്തില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കടായിൽ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ നെയ്യ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിനെ തീർച്ചയായിട്ടും അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.